സ്ലീവ് ഡിസൈൻ കാണാം. ഞാനിങ്ങനെ ഒരു പാറ്റേൺ വരച്ചിട്ടുണ്ട്. ഈ സ്ലീവിലാണെങ്കിൽ ഇത്രയും ബോർഡറുണ്ട്, ശകലം ബോർഡർ. നിങ്ങൾക്കിങ്ങനെ ബോർഡറില്ലാത്ത ക്ലോത്ത് എടുത്തിട്ട് സ്ലീവിൽ ഇത് തന്നെ അങ്ങ് ഫുള്ളും വരച്ച് കൊടുത്തിട്ട് ബോർഡർ കൊടുക്കാം. ഞാൻ ബോർഡർ ഉള്ളത് കൊണ്ട് ഇത്രയും മാത്രമേ വരച്ചിട്ടുള്ളൂ. പിന്നെ വെറുതെ ഒന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ സരി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 strands നൂലെടുത്തിട്ട് ആദ്യം നമുക്ക് ബോർഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ബോർഡർ ഔട്ട്ലൈൻ മാത്രം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ ചെയിൻ സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ബോർഡറിന് ഔട്ട്ലൈനായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഇതിലെല്ലാം അതുപോലെ തന്നെ ഒന്ന് ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകണം. ഇനി ഇതിൻ്റെ അകത്ത് ഫുള്ള് ഞാനൊന്ന് ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം. സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 12 strands എടുത്തിട്ട് ഈ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഡിസൈനിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഫ്രഞ്ച് നോട്ടാണ്. അതാണ് 12 strands എടുക്കാൻ പറഞ്ഞത്. ഞാനിവിടെ കോട്ടൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് 6 strands നൂലാണ് എടുത്തിട്ടുള്ളത്.
ഇനി ഇതാ ഇവിടെ കൂടി ഞാനൊന്ന് ഇതുപോലെ ഫ്രഞ്ച് നോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 3 സർക്കിളിലും കൂടെ ഞാനൊന്ന് ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ ഞാൻ ഇത്രയും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതാ ഈ ലീഫിലൊക്കെ ഞാനൊന്ന് ബീഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഷുഗർ ബീഡ്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാം, കട്ട് ബീഡ് വെച്ച് കൊടുക്കാം, ഏത് ബീഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാരി ത്രെഡിൽ 1 സ്ട്രാൻഡ് നൂലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഇതാ ഈ ലീഫിൻ്റെ ഈ ടോപ്പിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ നിന്നൊരു 5 ബീഡ്സ് ഞാനിതിൽ കോർത്തെടുക്കുന്നു. അപ്പോൾ ഞാനത് 5 ബീഡ്സ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഈ സെൻറ്ററിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യും പോലെയാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോണത്. അപ്പോൾ ശകലം ഇങ്ങോട്ട് നീക്കിയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്ത് ഈ വശത്തെടുക്കാം. ഇങ്ങോട്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിത് മുഴുവൻ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ശകലം വലിയ ലീഫാണ്, അതുകൊണ്ട് ഇതിൽ ശകലം കൂടുതൽ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ 3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലാണെങ്കിൽ ഒരു 8-9 പ്രാവശ്യം വരെ അങ്ങനെ ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.